ഇതൊക്കെ അവർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ കർഷകരെങ്ങനെയാണ്, നമ്മുടെ വല്യച്ഛനെയൊക്കെ നമുക്കറിയാം. വയനാട്ടിൽ നമ്മൾ കുട്ടിക്കാലത്ത് പോകുമ്പോൾ മൂപ്പര് പറയും, അപ്പോൾ കുറേ അവിടെ നിന്നോട്ടെ എന്ന് പറയും. അതൊക്കെ എന്താ പറയുക, ഇന്നവന്മാർക്കുള്ളതാണ്. കുരങ്ങനുള്ളത്, കാക്കയ്ക്കുള്ളത്, ഈ കുറുക്കനുള്ളത്. അതുപോലെ ഇന്നതൊക്കെ വന്ന് അതിനെ ഇതാക്കില്ല. ആനയൊക്കെ ഇറങ്ങും അവിടെ വയനാട്ടിൽ. അപ്പോൾ ഈ പന്തം കത്തിച്ച് നമ്മളെ കുട്ടിക്കാലത്ത് വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ്. കാരണം സ്കൂൾ പൂട്ടിയാൽ പിറ്റേ ദിവസം കയറും വണ്ടി വയനാട്ടിലേക്ക്. അപ്പോൾ ഈ ആന ഇറങ്ങുന്ന സമയത്ത് ചെയ്യുന്ന പണി എന്താന്ന് പറഞ്ഞാൽ, എണ്ണയുടെ തപ്പുണ്ട്. അതിങ്ങനെ വീട്ടിൻ്റെ ഒരു ഓരത്ത് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് 2-4 ഭാഗത്തും. അതിൽ അടിയോടടിയാണ്, കട്ടപ്പട്ട എന്ന് പറഞ്ഞിട്ട്. ഈ എണ്ണത്തപ്പിൽ പക്ഷേ അത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ശബ്ദമാണ്. പിന്നെയോ തുണി ചുറ്റിയിട്ട് അതിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഈ പന്തം ഇങ്ങനെ വീശും. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവൻ പൊയ്ക്കോളും. അതിനൊരു ഇറിറ്റേഷനാണ്. ഇതേ നമ്മൾ തന്നെയാണ് ഈ വയനാട്ടിൽ പോകുന്നതും. വയനാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ജനുവരിയിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് അമ്പലമുണ്ട്, ഉത്സവം. ഈ അമ്പലത്തിൻ്റെ ഉത്സവത്തിൽ ഇതിൻ്റെ മുന്നിൽ, ഈ ആനയുടെ മുന്നിൽ ഇങ്ങനെ വലിയ ഇതായിട്ടുള്ള എന്താ പറയുക, ഇങ്ങനെ കാണാം, കൈ പോലെ ഉണ്ടാവും, ഇരുമ്പിൻ്റെ വലിയ വട്ടത്തിൽ. അതിൽ മുഴുവൻ തുണി ചുറ്റി എണ്ണ ഒഴിച്ചിട്ട് അതിങ്ങനെ കത്തിച്ച് വെച്ച പന്തം. പിന്നെയോ അതിൻ്റെ മുന്നിൽ നിന്നാണ് ഈ ചെണ്ട കൊട്ടുന്നത്. എത്ര ഇറിറ്റേഷൻ അതിനുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. എത്ര ഇറിറ്റേഷൻ സഹിച്ചിട്ടാണ് ആ ജീവി ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ പൊട്ടന്മാർ, വിവരദോഷികൾ, 10 പൈസയുടെ ബുദ്ധിയോ ജ്ഞാനമോ ഭക്തിയോ ഇല്ലാത്ത വെറും വൃത്തികെട്ടവന്മാർ അത് ആസ്വദിക്കുക. എന്നിട്ട് പറയുക, ഭഗവാനോട് ആനയ്ക്ക് ഭയങ്കര, ആ നടയിൽ നിന്ന് ആന തൊഴുന്ന തൊഴിൽ കാണണ്ടേ. പൊട്ടന്മാരെ, ആനയ്ക്ക് ഇങ്ങനത്തെ കോപ്രാട്ടി കാണിക്കുന്നതല്ല. ആനയെ സംബന്ധിച്ച് ഈശ്വര ഭജനവും അതും ഇതൊക്കെ. നിങ്ങളൊക്കെ ഇത് അനുഭവിച്ചിട്ടേ ഈ ലോകത്തുനിന്ന് പോവുള്ളൂ. ഈ ആനയ്ക്ക് വേണ്ടി പിരിവ് നടക്കുമ്പം കാശ് അമ്പലത്തിൽ കൊടുത്ത് ഈ ആനയെ കൂച്ചുവിലം കിട്ട് അതിനെ കുത്തി അത് കാണണം. നിങ്ങൾ കോന്നിയിലൊക്കെ പോയിട്ട് അതിനെ ട്രെയിൻ ചെയ്യുന്നത് കാണണം. ആ ഗജേന്ദ്രമോക്ഷം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണെന്ന്. കോടതിക്ക് ഈ അടുത്ത കാലത്ത് എന്തോ വെളിപാടുണ്ടായിട്ട് കോടതി എന്തോ ചോദിച്ചു, എന്തിനാ ഇതെന്ന്. അപ്പോൾ വേറൊരു കോടതി അതിനെ പരിഹസിക്കുക, ആനയ്ക്കറിയോ എത്ര മീറ്റർ വിട്ട് നിൽക്കണം. എങ്ങനെയുണ്ട്? ഈ ജഡ്ജിമാരുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ?